സുരേഷ് ഗോപി എടുക്കും തൃശ്ശൂര്, ആ പൂരപ്പറമ്പ് മാത്രം. അല്ലാണ്ട് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല അവന്. എന്താ ഞങ്ങളെന്താ വിഡ്ഢികളാ? എടുക്കും എന്ന് പറയുമ്പോൾ കൊടുക്കാനായിട്ട്. എന്തായാലും എൻ്റെ വീട് എന്തായാലും എടുക്കാൻ പറ്റില്ല അവന്, കാരണം അതിന് ലോണിലാ. അവൻ ആ വട്ടെടുക്കാം, അത് സർക്കാരിൻ്റെ വല്ല വെക്കിൻ്റെ. ഇത്രയും നല്ല സർക്കാർ ഇവിടെ നിലവിലുള്ള. അപ്പോൾ ഈ സുരേഷ് ഗോപി ഈ സിനിമയിൽ നിന്ന് വന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്ന പറയണത്? ഇവിടെ മാർക്കറ്റിൽ വന്നവൻ കഴിഞ്ഞ ട്രിപ്പ് ലോക്സഭ തെരഞ്ഞെടുപ്പിന് അന്ന് തല ചുറ്റി വെയിൽ കൊണ്ടിട്ട് ആ ആളാണ് ജനങ്ങളെ സേവിക്കാൻ നടക്കണത്. വേർപ്പ് കൊണ്ടുള്ള ഉശിരന്മാരായിട്ടുള്ള ആണുങ്ങൾ വേറെ ഉണ്ട്, സഖാക്കള്. അവർ ഭരിക്കട്ടെ, അല്ലാണ്ടൊന്നും സുരേഷ് ഗോപിക്കൊന്നും ഭരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ട്രിപ്പ് കൂടെ വന്നിട്ട് തലയിറ്റി ആശുപത്രിക്ക് പോയി. സുരേഷ് ഗോപിയോട് ചോദിച്ചു നോക്ക്, തൃശ്ശൂർ വന്നിട്ട് മാർക്കറ്റിൽ തല കറങ്ങിയിട്ട് വേർപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാർ വരയ്ക്കും. തൃശ്ശൂർ എടുക്കാൻ വന്ന സുരേഷ് ഗോപി ഇതുവരെ നിലത്തിറങ്ങിയിട്ടില്ല. ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എയറിലാണ് എന്ന് ചുരുക്കം. താഴെ ഇറങ്ങിയിട്ട് പോരെ തൃശ്ശൂർ എടുക്കാനും പിടിക്കാനും എന്നാണ് ട്രോളന്മാർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. രസകരമായ സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇനി സുരേഷ് ഗോപി നാണം കെടാനില്ല എന്ന് വേണം പറയാൻ. തൃശ്ശൂരിലെ ഒരു വൃദ്ധനായ മനുഷ്യൻ, എൻ്റെ സുഹൃത്ത് ശ്രീ അൽബാബുവിനോട് അദ്ദേഹത്തിന്റെ ഒരു ദൃശ്യം പകർത്തുന്നതിനിടയിൽ പറഞ്ഞ വാക്കുകൾ വല്ലാത്ത രീതിയിൽ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും സുരേഷ് ഗോപിക്കുള്ള വലിയ തിരിച്ചടിയുമാണ്. പ്രായമായ ആ മനുഷ്യൻ പറയുന്നു, എന്റെ വീടെടുക്കാൻ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞാൽ അതെടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിക്കില്ല. കാരണം എന്റെ വീടിന് ലോണുണ്ട്. വേണമെങ്കിൽ ആ വട്ടം അങ്ങെടുത്തോ, അതായത് തൃശ്ശൂർ സർക്കിൾ അങ്ങെടുത്തോ എന്നാണ് പറഞ്ഞത്. അത് സർക്കാരിൻ്റെതാണ്, അത് സർക്കാരിനോട് ചോദിക്കേണ്ടി വരും. ഇയാൾ എന്ത് മാങ്ങാത്തൊലി പൊതുപ്രവർത്തനമാണ് തൃശ്ശൂരിൽ നടത്താൻ പോകുന്നത് എന്നാണ് ആ വൃദ്ധൻ സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. കാരണം ഈ തൃശ്ശൂരിലെ മാർക്കറ്റിൽ വന്ന സമയത്ത് വെയിൽ കൊണ്ട് തലചുറ്റി വീഴാനായ ആ മനുഷ്യൻ ഏത് രീതിയിലാണ് സാധാരണക്കാരന്റെ തുടിപ്പ് മനസ്സിലാക്കുന്നതെന്ന് ആ വൃദ്ധനായ മനുഷ്യൻ സുരേഷ് ഗോപിയുടെ മുഖം നോക്കി ചോദിക്കുന്നുണ്ട്. അയാൾക്ക് വിയർപ്പിന്റെ അസുഖമാണ്. ഇപ്പോൾ അയാൾ പല രീതിയിലുള്ള ഓഫറുകൾ നടത്തുന്നു. ഇതൊക്കെ വെറും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ മാത്രമാണ്. സർക്കാർ നമ്മുടെ കൂടെയുണ്ട്, യഥാർത്ഥ സഖാക്കൾ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നല്ലവരായ മനുഷ്യർ, ജനാധിപത്യ വിശ്വാസികൾ നല്ലവരെ മാത്രം തിരഞ്ഞെടുക്കുക, വർഗീയവാദികളെ ഒറ്റപ്പെടുത്തുക എന്ന് പ്രായമായ ആ മനുഷ്യൻ ആർജവത്തോടെ വീര്യത്തോടു കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ ചില ആളുകൾ പറയുകയാണ് അത് സ്ക്രിപ്റ്റഡ് വർക്കാണ് എന്ന്. സുരേഷ് ഗോപി പോലും മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു എന്നെ തകർക്കാൻ വലിയ രീതിയിലുള്ള ശ്രമം നടക്കുന്നു എന്ന്. അത് ചിത്രീകരിച്ച അൽബാബു തന്നെ പറയട്ടെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന്. നവകേരള ന്യൂസിന്റെ ജനങ്ങൾ പറയട്ടെ എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ് ആ വീഡിയോ വൈറലായത്. ശരിക്കും ഞാൻ മണ്ഡലങ്ങൾ തേടിയുള്ള യാത്രയില് തൃശ്ശൂർ വെച്ചാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ശരിക്കും വൈറലായതില് വലിയ സന്തോഷമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. കാര്യം അദ്ദേഹം മദ്യപാനിയാണ്, മദ്യപിച്ചാണ് ആ വീഡിയോ ചെയ്തത് എന്നുള്ള ഒരുപാട് ആളുകളുണ്ട്. സന്തോഷങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് തന്നെ ക്രിയേറ്റഡ് വീഡിയോ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും അല്ല. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ മാസ്ക് ഇട്ടുകൊണ്ടാണ് ചിരിക്കാതിരുന്നത്. ശരിക്കും ഞാൻ ചിരിച്ചിരുന്നു, നിങ്ങൾക്ക് മാസ്ക് ഉണ്ടായതുകൊണ്ട് അങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും അത് ക്രിയേറ്റഡ് വീഡിയോ അല്ല. എന്നെ തെറി പറയുന്നവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്രിയേറ്റഡ് വീഡിയോ അല്ല, സാധാരണ മനുഷ്യൻ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.